നമുക്ക് പോകുന്ന ദൂരം വരെ അങ്ങ് പോവാം. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നത് വെച്ച് കാണാം. ഒരു മല, വലിയൊരു മല. നമ്മുടെ തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ. തുണിയൊക്കെ അത്യാവശ്യം തുടങ്ങി വന്നപ്പോഴേക്കും മഴ പെയ്തു കേട്ടാ. കുഞ്ഞാ നമുക്ക് ഗോവയ്ക്ക് പോയാലോ? ഗോവയ്ക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ട്രൗസർ കണ്ടോ തൂങ്ങി കിടക്കുന്നേ. നമുക്ക് എന്തോ സ്കൈ ഉപദ്രവിക്കല്ലേ സ്കൈ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിവിടെ ഗ്രീൻ മാജിക് റിസോർട്ടിലായിരുന്നു. നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഈ ഒക്കെ പൂട്ടി റൂമൊക്കെ പൂട്ടി ചാവി കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. ചാവിയൊക്കെ കൊടുത്ത് നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി തിരിച്ച് കയറുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം മണ്ണിട്ട റോഡാണ്. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു കയറ്റവും ഉണ്ട്, അത് സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ മഴയും ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും സ്ലിപ്പാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്ന ഓർത്ത് നമ്മൾ ചെറിയൊരു ടെൻഷനിലൊക്കെ ആയിരുന്നു. എന്താ ആനി ആയിരിക്കുന്ന ആനേനെ കണ്ടിട്ടെ, അത് കണ്ടോ, ഒരു ആനേന്റെ കുഞ്ഞൊരു പ്രതിമയാണ് കേട്ടോ. ആനോട് വരാന് ആന വരുമോ? അല്ലെങ്കിൽ ജീവനുണ്ടോന്ന് അറിയോ? അത്രയും കുഞ്ഞ് ആനയൊന്നും ഇല്ല. വാ. അപ്പോൾ നമ്മുടെ റൂമിന്റെ കീ നമ്മുടെ അവിടെ ചേട്ടന് കൊടുക്കുവാണ്. താങ്ക് യു. അപ്പോൾ അവർ രണ്ടുപേരും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ പുറകിൽ വരും. ആ വലിയൊരു കയറ്റം കഴിയുന്ന വരെ കേട്ടോ. കാരണം അവിടെ നിന്ന് സ്റ്റെക്കായി പോയാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവരെ ഫോൺ വിളിക്കാനായിട്ട് ഇവിടെ റേഞ്ച് ഇല്ല. രണ്ടാമത്തെ കാര്യം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരണമെങ്കിൽ കുറേ ദൂരമുണ്ട്. പൊന്നുവിനെ കുഞ്ഞിപ്പേണ്ട വണ്ടിക്കകത്ത് മാത്രമാക്കിയിട്ടിട്ട് എനിക്ക് തന്നെ നടന്നു വരില്ല, അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അവരും കൂടെ വരാമെന്ന് പറഞ്ഞു. ഇൻ കേസ് എങ്ങാനും സ്റ്റെക്കായി പോയാലോ ചുമ്മാ പണിയാക്കണ്ടല്ലോ. അപ്പോൾ പോലെ അപ്പോൾ ഇതാണ് ഗ്രീൻ മാജിക് റിസോർട്ട്. ഗ്രീൻ മാജിക് റിസോർട്ടിന് ബൈ 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 ബൈ. ഏർമാട് എവിടെ? ഏർമാടല്ല, ട്രീ ഹൗസ് എവിടെ? ഇതാ ട്രീ ഹൗസും ബൈ ബൈ. നിങ്ങൾ ആർക്കെങ്കിലും വരണമെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടുത്തെ ഓണർ ഷിനോയ് സാറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് വണ്ടിക്കകത്തേക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കയറുക. രണ്ടുപേരുണ്ട്, കെ പി ചേട്ടനും 2 ചേട്ടന്മാരും ചേച്ചിയുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോരെ കൂട്ടുകാരെ. ഗ്രീൻ മാജിക് റിസോർട്ട് വൈത്തിരി. അല്ല അത് വെയിറ്റ് ഇരുന്നിട്ട് ബാക്കോട് എടുക്കുമ്പോൾ ഓക്കെ ആവും. താങ്ക് യു കെ പി ചേട്ടൻ. താങ്ക് യു. രണ്ടുപേരും അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. പോലെ ഈ ജംഗ്ഷനിക്ക് നിങ്ങൾ ബാക്ക് സൈഡ് ആണ്. പിന്നെ വണ്ടി മേലെ കയറിയില്ല, പുഷിങ് ചെയ്യാം. അത് ആ ജംഗ്ഷൻ സർ. അത് സർ വണ്ടി എന്തെങ്കിലും ബാക്ക് സൈഡ് ഉണ്ട്, വണ്ടി പോയില്ല, പുഷ് ചെയ്യാം. അമ്മേന്റെ കൂടെ പോവാ. മണ്ണുള്ളത് കൊണ്ടേ നമ്മള് കണ്ടോ, മണ്ണിട്ട വഴിയായത് കാരണം വണ്ടി പോയില്ലെങ്കിൽ ഇവര് തള്ളിത്തരാന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പ പോയി. അപ്പൊ ഓക്കെ ഏട്ടാ, കേറട്ടെ ചേട്ടാ. ശരി കേട്ടോ. അയ്യോ, ഇത് പുറകില് വെക്കണം. എന്ത് കാല് വെക്കാൻ പറ്റില്ലല്ലേ? തൽക്കാലം കയറുക. എനിക്ക് പറ്റില്ല, പിന്നെ ഭയങ്കര കാല്. നെബുലൈസർ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിന്റെ മാതള നാരങ്ങ വെട്ടിക്കെട്ടി തൽക്കാലം. ഓക്കെ പോവല്ലേ? പോവാ. അപ്പൊ അവര് നമുക്ക് അങ്ങനെ സ്റ്റെക്ക് ആണ്, അവര് പുറകെ തള്ളി തരാന്നാട്ടോ പറഞ്ഞേക്കുന്നേ. അപ്പൊ നമുക്ക് പോവാ. പോട്ടെ. നൈറ്റ് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലേ? അട്ടേനെ പേടിച്ചാർന്ന സംഭവം ഇങ്ങോട്ട് വന്നില്ല ഇന്നലെ. ഇന്നും കഴിച്ചോട്ടോ. അടഞ്ഞോ? അപ്പൊ ഇതല്ല കണ്ട, ഇവിടെ ഇങ്ങനെ മണ്ണായത് കാരണം തെന്നാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് പുറകോട്ട് എടുത്തോ.
ചേട്ടന്മാർ ജീപ്പും കൊണ്ടല്ലേ വരുന്നത്. മഴയും കൂടെ പെയ്തത് കാരണം കേറാൻ കുറച്ച് പാടായിരിക്കും അല്ലേ. കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കാനടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ജീപ്പ് കൊണ്ട് വരില്ലേ? അവർ നടന്നായിരിക്കും വരുന്നത്. അവർ ജീപ്പിനല്ല വരുന്നതെന്ന് പറഞ്ഞ കേട്ടോ. അവർ നടന്നായിരിക്കും വരുന്നത്. ജസ്റ്റ് കൈ താങ്ങി കൊടുത്താൽ മതിയായിരിക്കും കയറി പോകുന്ന പറഞ്ഞേ. നമുക്ക് നോക്കാം എന്തായാലും. കയറി പോയില്ലോ നോക്കാം. അവര് നടന്നാ വരുന്നേ. ആ കുറച്ച് മെല്ലെ പോയിട്ടോ. ഇവിടെയല്ല പ്രശ്നം, നമുക്ക് കുറച്ച് മേലെത്തി കഴിയുമ്പോണ്ടല്ലോ അവിടെയാണ് പ്രശ്നം. ഈ സൈഡിലെ ഡോർ അടഞ്ഞില്ല. ഏതോ ഡോർ അടഞ്ഞിട്ടില്ലല്ലോ. നിന്റെ ഡോറാ? അല്ലല്ല, നമ്മുടെ തൊട്ട് പുറകിലെ ഡോറാ. നിന്റെ സൈഡിലേ അടഞ്ഞിട്ടുണ്ട്. അടഞ്ഞോ? പിടിച്ചിരുന്നോ? നമ്മൾ ആ ഒരു നാക്കിന് അങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെ മണ്ണിട്ട വഴിയായി. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓ കേറി പോന്നോട്ടോ, കുഴപ്പമൊന്നുമില്ല അല്ലേ? അടിപൊളിയായി എന്തായാലും. ഇപ്പൊ ഇങ്ങോട്ട് ഇറക്കിയപ്പം നമുക്ക് ആ മണ്ണിട്ട വഴിയിൽ, ഇപ്പൊ കഴിഞ്ഞ മണ്ണിട്ട വഴി, അതായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നത്. കാരണം തെന്നും മഴ ആയതുകൊണ്ട് ഒന്നാ നനഞ്ഞും കൂടി ഇരിക്കുമ്പോൾ കടന്ന് തെന്നും ഫ്രിഡ്ജായത്. ഇങ്ങോട്ട് വരുമ്പോ പെട്ടെന്ന് എത്തിയോലോ തോന്നുന്നല്ലേ? തിരിച്ചു വന്നപ്പോ അല്ലേ? കാരണം നമ്മൾ അങ്ങോട്ട് പോയപ്പോ നമുക്ക് വഴി അങ്ങനെ അറിയത്തില്ലല്ലോ. എവിടേക്ക് ഇനി അങ്ങോട്ടേക്ക് ഇറക്കാം കേട്ടോ. നമുക്ക് ഓട്ടോ ബ്രേക്ക് ഇട്ട് പോകാം. ഇത് ഓണാക്കിയിട്ടാല് നമ്മുടെ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവും എഞ്ചിന് ഓട്ടോമാറ്റിക് ആയിട്ട്. ഇതൊക്കെ വണ്ടിക്ക് ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പോഴാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ആദ്യമായിട്ട് ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലൊക്കെ വെള്ളം ചാടുന്നതിന്റെ ഒച്ചയാട്ടോ. റോഡിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. മൊത്തം കാട്ടരിപ്പുകളാണ് കേട്ടോ ഈ റിസോർട്ടിൽ. നമ്മളിപ്പോ വന്ന റിസോർട്ട് വെച്ചാല് നേരത്തെ പറഞ്ഞില്ലേ 500 ഏക്കറാണ് സ്ഥലം വരുന്നത്. 500 ഏക്കർ, അതായത് ഈ മല മൊത്തം ഒരാളുടെയാണ് ഏകദേശം വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല അടിപൊളി ശുദ്ധമായിട്ടുള്ള വെള്ളമൊക്കെ ആയിരിക്കും. നല്ല വെള്ളമാണ്, നല്ല ഫുഡും അടിപൊളി. നിങ്ങൾക്ക് എന്താ പറയാ, നല്ലൊരു നിങ്ങൾക്ക് ഫാമിലിക്ക് വരുവാണെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. ഈ വഴികളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ എന്തായിരുന്നു അല്ലേ? പേടിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വരാത്തവര് വരുമ്പോലെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കാടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് അടിപൊളി സ്ഥലം നമ്മുടെ ഗ്രീൻ മാജിക് റിസോർട്ട്. അതേപോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വരാനും കപ്പിൾസ് ആയിട്ട് വരാനും അല്ലേ, ഫ്രണ്ട്സ് ആയിട്ട് വരാനാണെങ്കിലും. അതുപോലെ തന്നെ അവിടെ സ്റ്റാഫുകളാണെങ്കിലും ചേട്ടന്മാരുണ്ട് അല്ലേ, നല്ല ആൾക്കാരാട്ടോ. നല്ല നേപ്പാളിൽ നിന്നുള്ള ആൾക്കാരാണ്. നല്ല അടിപൊളി സർവീസ്, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റോടെ നല്ല മസാല ഐറ്റംസ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് കുറെ നാളത്തേക്ക് ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴല്ലേ ഓരോരോ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കണോ. ശരിക്കും ആ ട്രീ ഹൗസിൽ നല്ല കൂട്ടുകാരെ നിങ്ങൾ അത് മിസ് ചെയ്യരുത് കേട്ടോ. മസ്റ്റ് ട്രൈ ചെയ്യണം അല്ലേ? ഏതാടാ മേലെ കേറുന്ന തന്നെ ഒരു ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. ആടി അതോ മറ്റൊരു എന്താ പറയാ, ഈ കടുവേനൊക്കെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് കൊണ്ടുപോകണല്ലേ, ആ ഒരു ഫീൽ വന്നല്ലേ? നിന്നെ കുട്ടിക്കുരങ്ങനെ കൊണ്ടുപോകുമ്പോ അല്ലേ? ചിരിക്കടാ ചിരിക്ക്, എന്താ അത് പറയുമ്പോ ചിരിക്കാത്ത? വഴി ആടിച്ചവൻ വിഷയം മാറ്റണ്ട. നൈറ്റ് ഫുള്ള് എല്ലാം കൂടി സൈലന്റ് ആയിട്ട് നിറയെ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയും അതേപോലെ തന്നെ ഭയങ്കര മഴ സംഭവം വെള്ളം പോകുന്നതിന്റെ ഒച്ചയായിരുന്നു. വയനാട്ടിൽ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉള്ള സ്ഥലം വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വേറെ മൃഗങ്ങളുടെ ഒന്നും ശല്യമൊന്നും ഇല്ല. അതായത് ഒരു 500 ഏക്കർ പ്രോപ്പർട്ടിന്റെ ഉള്ളിൽ ഒരു റിസോർട്ട് എന്ന് പറയുമ്പോ
അത്രയും ഒറ്റ റിസോർട്ട്, അത്രയും പ്രൈവസിയോടുകൂടി അത്രയും സെറ്റപ്പ് ആയിട്ട് വേറെ ഒന്നും ഇല്ലെന്നാ തോന്നുന്നേ. നിങ്ങൾ എന്തായാലും വയനാടൊക്കെ വരുന്ന ഒരു റിസോർട്ടൊക്കെ ഇതുപോലെ നിൽക്കാനും അത്യാവശ്യം പ്രൈവസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മസ്റ്റായിട്ട് വന്ന് നിൽക്കാൻ നോക്കുക. കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉണ്ടാവും. അതേപോലെ അട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അട്ട ഇല്ലാന്നാട്ടാ പറഞ്ഞത്. ഈ ഒരു ടൈമില് ഇത്തിരി നാളത്തേക്ക് ഉണ്ട് എന്നാ പറഞ്ഞത്. അതുമല്ല ആ അട്ട കടിക്കാണ്ടിരിക്കാണ്ടല്ലോ കാലൊരു സാധനം സ്പ്രേ ചെയ്തില്ലേ, പിന്നെ അട്ട കടിച്ചില്ലല്ലോ. പിന്നെ അട്ട കടിച്ചിട്ടില്ല, അത് ആദ്യം സ്പ്രേ ചെയ്താൽ മതിയായിരുന്നു. അത് വരുമ്പോഴേ അവര് പറഞ്ഞായിരുന്നു കേട്ടോ നമ്മളോട്. പക്ഷേ ഇച്ച് വീഡിയോ എടുക്കാൻ പോയപ്പോ തോന്നത്തില്ല. എന്തായാലും 10-12 അട്ട കഴിച്ചല്ലോ. എന്റെ കൊറേ ചീത്തരക്തം വലിച്ചെടുത്തു, അണ്ണന്മാര് ചീത്തരക്തം കഴിച്ചു പിടിച്ചു. പക്ഷെ എന്നെ കടിച്ചില്ല. അതാണ് ശരിക്കും ഉണ്ടല്ലോ ആ ട്രീ ഹൗസിന്റെ മണ്ടേ കേറിയപ്പോണ്ട് അതിന്റെ മണ്ട 2 നില കേട്ടോ. അതിൽ നമുക്ക് താമസിക്കാം ഒക്കെ ഉണ്ട് കേട്ടോ. 2 റൂമുകളാണുള്ളത്, അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടേതായ പ്രൈവസി അതിലും ഉണ്ട് അല്ലേടാ, പ്രൈവസി ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതിൽ കയറി എന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ചുറ്റിനും ഒരു മലയിൽ മൊത്തം തേയിലത്തോട്ടം, ഒരു മല വലിയൊരു മല, അതിന്റെ വെള്ളം ചാടുന്ന നമ്മുടെ ആ സൈഡിൽ കൂടെ വെള്ളത്തിൽ നമ്മൾ ഇരുന്നില്ലേ, ആ വെള്ളം എവിടുന്നാ വരുന്നെന്നുള്ള കറക്റ്റ് കാണാൻ പറ്റും. അങ്ങ് കുന്നേന്ന്. അതെന്താന്നറിയോ, റൂമിന്റെ ഉള്ളിൽ കൂടിയാ. ഞാനത് ശ്രദ്ധിച്ചില്ല, മിസ്സായി പോയല്ലോ അല്ലേ. നീ മേലെ കയറിയില്ലായിരുന്നു? മേലെ കയറി, മേലത്തെ റൂമിന്റെ ഉള്ളിൽ എന്നല്ലേ നീ പറഞ്ഞത്. മേലത്തെ റൂമിൽ കയറി, മേലത്തെ റൂമിന്റെ ഉള്ളിൽ കൂടെ ഞാൻ മേലേക്ക് നോക്കിയില്ല. ആ റൂമിന്റെ സൈഡിലായിരുന്നു. ആണോ? ആ ഒരു സൈഡിലായിട്ട് പിന്നെയും മേലേക്ക്. ഞാൻ ഉള്ള ഒരു സ്ഥലത്ത് കൂടെ ഒക്കെ കയറി നോക്കി. മരത്തിന്ന് ഒരു ഇല പറിക്കണം എന്നുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണെന്താ ആലോചിച്ചിരിക്കുന്ന കേട്ടോ. പറക്കും തളിക, ഇത് മനുഷ്യനെ കറക്കം തളിക. തുണി നമ്മൾ ഉണക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ കൂട്ടുകാരെ. ചേട്ടന്റെ ട്രൗസർ, ഇത് എന്റെ ബനിയൻ. നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നമുക്ക് വെയിലടിക്കുന്ന സ്പേസ് ആണ് ഇതാ, നമ്മുടെ ഈ ഡാഷ്ബോർഡ് കറക്റ്റ് വെയിലടിക്കുന്നത്. കറക്റ്റ് നമുക്ക് അത് യൂസ് ചെയ്യാം, ഹീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, ഡ്രയർ ആയിട്ട്. അപ്പൊ തുണി ഉണങ്ങി കിട്ടും. നമ്മളപ്പോ റിസോർട്ടിൽ നിന്നാട്ടോ ഫസ്റ്റ് ഡേന്റെ തുണി അലക്കിയത് അല്ലേ. എല്ലാം അലക്കിയായിരുന്നു. പക്ഷെ അവിടെ വെയിലില്ലാത്തത് കാരണം നമുക്ക് ഉണങ്ങി കിട്ടിയില്ല. പക്ഷെ വെള്ളം എല്ലാം ചോർന്നു അല്ലേ. ഞാൻ വെള്ളമൊക്കെ തുറന്നു പോയി, പക്ഷെ വെയിൽ വളരെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലോ വണ്ടി. അവിടെ ഉണങ്ങട്ടെ. നമ്മുടെ തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ. തുണിയൊക്കെ അത്യാവശ്യം ഉണങ്ങി വന്നപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. പുറത്തല്ല മഴ, ഉള്ളിൽ നല്ല പുകയുന്ന ചൂടാട്ടോ. നമുക്ക് നല്ലോണം വേർക്കുന്നുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ എണ്ണ കുറവാ. നമുക്ക് ഇത് കണ്ടോ, നമുക്ക് ഇതിനകത്ത് 2 കട്ടാന്ന് വെച്ചാൽ നമ്മുടെ മീറ്ററിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് 2 കട്ട വന്നാൽ എണ്ണ ഒട്ടും ഇല്ല എന്നാണ് അർത്ഥം. ആ ഒരു രീതിക്കാട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി എണ്ണ അടിക്കണം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകാനുള്ളതെന്നുള്ള ഒരു ധാരണ ഇതുവരെ ഞങ്ങളിവിടെ എത്തിയിട്ടില്ല. പൊന്നു പറയുന്നു ഗോവയ്ക്ക് പോവാന്ന്, എന്താ വെച്ചാൽ നമുക്ക് എണ്ണ അടിക്കാൻ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടെ നോക്കണമല്ലോ. എന്താ വെച്ചാൽ നമുക്ക് ഊട്ടിക്ക് പോകാനുള്ള ബഡ്ജറ്റ് നമുക്ക് കയ്യിലുള്ളൂ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പോകാനുള്ളൊരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പൊന്നു പറയുന്നത് നമുക്കങ്ങ് പോവാന്നാണ് പറയുന്നത്. എന്ത് വേണേലും ആവട്ടെ എന്ന് ഓർത്തിട്ട്. നീ പറ. തന്നേ. അപ്പൊ നല്ല ചൂടുണ്ടോ, ഉള്ളിൽ നല്ല ചൂടാ. പുറത്ത് കാണുന്ന മഴയാണെങ്കിലും ഉള്ളിൽ നല്ല ചൂടാണ് കേട്ടോ. നമുക്ക് ഡെസ്റ്റിനേഷൻ ഒക്കെ പറഞ്ഞു തരാണെങ്കിൽ വലിയ ഉപകാരല്ലേ കുഞ്ഞാ. അതെ അതെ, വയനാട്ടില് നിങ്ങളുടെ നല്ല അടിപൊളി സ്പോട്ടുകൾ വയനാട്ടിലോ ഇന്ത്യയിലോ നിങ്ങൾക്ക് നമ്മളെങ്ങോട്ട് പോകാൻ കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ കമന്റ് വഴി അറിയിക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റുന്ന ഫോട്ടോസും നമുക്കപ്പോ നെക്സ്റ്റ് ഇനി ഞങ്ങൾ 2 പേരും പോവാത്തല്ല, ഞങ്ങൾ 2 അല്ല, ഞങ്ങൾ 3 പേരും ഇതുവരെയായിട്ട് പോവാത്ത ഒരു സ്ഥലത്തേക്ക് വേണം ഞങ്ങൾക്ക് പോവാന്. അപ്പം എന്താ പറയാ, നല്ല രീതിയിൽ പോകുന്ന വഴിയും കൂടി ആസ്വദിച്ച് പോകാൻ പറ്റണം. അവിടെയുള്ള കാഴ്ചകളും അതേപോലെ നമ്മൾ അനുഭവപ്പെടുന്ന ഓരോ കണ്ടുമുട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതം വലിച്ചു പറിച്ചെടുക്കും. നീ എന്നെ കഞ്ഞി കൂട്ടിട്ട് പോയി എന്റെ ചെവി പിടിച്ച് തിരിക്കുന്നേ. കുഞ്ഞാ, നമുക്ക് ഗോവയ്ക്ക് പോയാലോ? അല്ലേ, ഗോവയുടെ അടുത്താണോ? ഗോവയ്ക്ക് ഇവിടുന്ന് കുറേച്ച് ദൂരം ഉണ്ട്.
നമുക്ക് എന്തോ സ്കൈ ഉപദ്രവിക്കല്ലേ സ്കൈ സ്കൈ നോ 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 ചൂടെടുത്തിട്ട് എന്നെ പിടിച്ച് പീച്ചുന്ന്. നമുക്ക് എന്തായാലും ഗോവയ്ക്ക് പോകുന്ന റൂട്ടിൽ നമുക്കങ്ങ് പോയി തുടങ്ങാം. ഇപ്പൊ കയ്യിൽ നമുക്ക് ഉള്ള എണ്ണ അടിക്കാനുള്ള നമ്മുടെ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നമ്മൾ എണ്ണ അടിച്ചിട്ട് നമുക്ക് പോകുന്ന ദൂരം വരെ അങ്ങ് പോവാം. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. വേറെ കാര്യം വെച്ചോണ്ടല്ലോ സ്കൈക്ക് ഇപ്പം ഞങ്ങൾ രണ്ടും അടുത്തുള്ളത് കൊണ്ട് ഞങ്ങളെ ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ. പിന്നെ എന്നെ ഇപ്പൊ ഞുള്ളി കണ്ടില്ല. എന്തായാലും അപ്പൊ നമ്മൾ പറഞ്ഞ രീതിക്ക് നമുക്ക് ഗോവ റൂട്ടിന് വിടാം. എന്നിട്ട് എവിടെയാണ് എത്തുന്നത് നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ. നമുക്ക് കർണാടക വഴിയാണ് ഗോവയ്ക്ക് പോകുന്നത്. നമ്മള് മംഗലാപുരം വഴി നമ്മള് ഗൂഗിൾ മാപ്പ് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് എവിടെ ഏത് വഴിയാ പോകുന്നതെന്നൊക്കെ നോക്കാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് എവിടെ അതല്ല നമുക്ക് പോകുന്ന വഴിക്ക് ഗ്രാമങ്ങളിലൊക്കെ നോക്കാം. എന്ത് പോയിട്ട് കുക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കാം. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടേക്കൊക്കെ ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ പമ്പിലൊക്കെ സ്റ്റേ ചെയ്തു. അന്ന് സ്റ്റേ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫസ്റ്റ് ടൈം സ്റ്റേ ചെയ്തപ്പോൾ ഇനി അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ആകുമ്പോൾ എങ്ങനെയാണ് സ്ഥിതി എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക കൂട്ടുകാരെ. നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പറ്റിയ ഒന്ന് ഷെയറും ചെയ്യുക. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത ആൾക്കാർ പ്രസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പുതിയ വീഡിയോസ് വരുള്ളൂ കേട്ടോ. നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക കൂട്ടുകാരെ, അല്ലേ? എന്താ പിന്നെ ഇവിടെ അല്ലേ? ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു സ്ഥലം നോക്കി നിർത്തിയിട്ട് നമുക്ക് അത്താഴം ഉണ്ടാക്കി വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് കുക്കിംഗ് നടക്കില്ല. പിന്നെ മഴ അങ്ങനെയുള്ള സംഭവം കാരണം എന്താ പ്രശ്നമാണ് നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ കൈ പകലാണെങ്കിലാണ് വണ്ടിയിൽ നിൽക്കുക. അതുകൊണ്ട് പകൽ തന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം. നമ്മുടെ ഗ്യാസ് കുറ്റിയും സാധനങ്ങളൊക്കെ വണ്ടി തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വണ്ടീൻ്റെ ടൂർ നമ്മൾ വണ്ടി എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് മൊത്തമായിട്ടൊന്നും കാണിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. അതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അതിന് ടൈം കിട്ടിയിട്ടില്ല. കാണിക്കാനുള്ള ഒരു ഇതില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജേണി അങ്ങനെ തുടങ്ങുക കൂട്ടുകാരെ. നമ്മൾ നേരെ സ്ട്രേറ്റ് വേ ടു ഗോവ. എവിടം വരെ പോകാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫുഡ് വെയിൽ വരുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കാനുള്ള സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എണ്ണയും അടിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് താമരശ്ശേരി ചുരം ഇങ്ങോട്ട് പോയാൽ ഗോവ റൂട്ട് വിടാം. ഓക്കെ അല്ലേ? സ്കൈ വണ്ടി സ്റ്റാർട്ടാക്കി വേഗം വാ. എല്ലായിടത്തും വെക്ക് വേഗം വാ. എല്ലായിടത്തും വെച്ചിട്ട് വാ. എടുത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കുഞ്ഞിപ്പോ വണ്ടി സ്റ്റാർട്ടാക്കി വേഗം വാ. പോവാം വേഗം വാ. സമയായി. പാമ്പറൊക്കെ എടുത്ത് വേണ്ട ഇട്ടേക്കുന്നു. എല്ലാം എടുത്ത് വെക്കൂട്ടോ. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓടിപ്പോട്ടോ. ഞാൻ കണ്ണാടി അതൊക്കെ ഓണാക്കിട്ടാ പോയത്. ഇരിക്ക്. പോവാ. കുഞ്ഞിപ്പെണ്ണിന് ഒരു മാതൾ നാരങ്ങ, അതേപോലെ തന്നെ നമ്മൾ അവിടുന്ന് റിസോർട്ടിൽ നിന്ന് നല്ല വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നല്ലപോലെ കുടിപ്പിക്കുന്നുണ്ട്. നല്ല വിയർക്കുന്നല്ലേ? ഇവിടെ അല്ലേ? പോവാ.